ഞങ്ങളുടെ പരിസ്ഥിതി യാത്ര സാംബ ജില്ലയിൽ എത്തിക്കണം. ജമ്മുവിൽ സാംബ ജില്ലയിൽ ലക്ഷ്മൺ ദാസ് ശർമ്മ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കടയിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് സംശയം ആര്യപ്പ് ഇവിടെ പിടിക്കുമോ എന്നുള്ളത്. അപ്പോൾ തിരിച്ച് ഡൽഹിയിൽ ഡൽഹിയിൽ എവിടെയെങ്കിലും നടാന്നുള്ള പ്ലാനിൽ തൊടാതെ നിൽക്കണമായിരുന്നു. അപ്പോൾ ഇവരോട് പറഞ്ഞപ്പോൾ ഇവിടെ ആര്യപ്പ് പിടിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണം ആ ചേട്ടൻ്റെ പറമ്പിൽ നടാൻ കൊടുക്കണേന്. അപ്പോൾ ചേട്ടൻ്റെ കൊച്ചുമോൻ്റെ പേര് ശ്ലോക് ശർമ്മ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവനെ കൊണ്ട് അപ്പൂപ്പനെ കൊണ്ട് കുടിപ്പിക്കണേണ്. അപ്പോൾ പരിസ്ഥിതി സ്നേഹം ജമ്മുവിലുള്ള സാംബയിലേക്ക് ഞങ്ങളുടെ ഈ മരത്തിലൂടെ എത്തിയേക്കണേന്. അദ്ദേഹം കർഷകനാണ്. പുള്ളി ആദ്യം തന്നെ അത് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പരിസ്ഥിതി സ്നേഹം കൂടിയാണ്. इतनी मिनट पेड़ हमारे जीवन का सबसे महत्वपूर्ण आधार है। ये हमें सांस लेने के लिए के अलावा और बहुत सारी औषधियाँ प्रदान करता है, जैसे दवाइयाँ बनती हैं पेड़ से। पर्यावरण को शुद्ध रखता है, प्रदूषण को कम करता है, मिट्टी के कटाव को रोकता है। ये पेड़ हम सभी देशवासियों ने मिलकर अपने अपने घरों में जितने भी सदस्य हैं उनके नाम पे एक पेड़ लगाना चाहिए। और साथ में ये प्रदूषण बहुत ज़्यादा फैला हुआ है, इसके अलावा शुद्ध हवा को बढ़ाने के लिए पेड़ महत्वपूर्ण है। और पेड़ लगाएं, देश बचाएं, ये हमारे प्रधानमंत्री जी का भी नारा है। और हमारे भाई साहब जो केरला से आए हैं, ये जम्मू कश्मीर में भी पेड़ लगा रहे हैं। तो हमें काफ़ी ज़्यादा खुशी हुई कि इन्होंने ये अपना इनिशिएटिव उठाया है कि पेड़ लगाओ देश बचाओ। तो आज हमारे शॉप पे आए थे तो हमने सोचा कि भाई साहब हमारी शॉप पे पेड़ लगाइए, ताकि हम भी नाम रखें कि किसी भाई ने हमारे दुकान पे पेड़ लगाया था। और ख़ास करके आप सभी ग्रुप का हम थैंक्स करते हैं, आपने नीम का पेड़ लगाया है और इसका हम अच्छे से देखभाल करेंगे। इसको ऐसे हम अपने बच्चों को पालते हैं वैसे पालेंगे। आई होप कि आगे अगले 2-3 सालों जब आओगे तो आपका पेड़ अच्छा हरा भरा मिलेगा। थैंक यू। ലൊക്കേഷൻ ഞാൻ ഗ്രൂപ്പിലിടാം. അപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ ഒന്ന് ഈ സ്ഥലം സ്ലോ ആക്കുക, ചായ പിടിക്കുക, ചെറിയ ചായ പിടിക്കുക, എന്നിട്ട് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സന്തോഷവും. കമൻറ്റിൽ ലൊക്കേഷൻ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ സാംബ ജില്ലയിൽ നിന്ന്